എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ റിട്ടയർമെൻറ്റ് ആകാൻ പോകുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഏതൊരു വ്യക്തിയും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലും പ്രതിപാദിക്കുന്നത്. നാം റിട്ടയർമെൻറ്റ് ആകുമെന്ന് നമുക്കറിയും മുൻകൂട്ടി. അറ്റ്ലീസ്റ്റ് 6 മാസത്തിന് മുൻപ് തന്നെ നമുക്കറിയാൻ പറ്റും ആ ഡേറ്റെല്ലാം. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതും കൂടെ ഞാനിതിൽ സൂചിപ്പിക്കുന്നുണ്ട്. റിട്ടയർഡ് ആകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ റിട്ടയർഡ് ആകുന്ന അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ മൂവ്മെൻറ്റ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണത്, എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോണത്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടി വരും. അതിൻ്റെ എല്ലാം അത് ചെയ്ത് തീർക്കാനുള്ളൊരു സമയമാണ് ഈ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, ഇതൊക്കെ എല്ലാം നിങ്ങൾ സ്വയം കണ്ടറിഞ്ഞിരിക്കണം. ഈ റിട്ടയർമെൻ്റ് ആകുന്ന അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സെൻഡ് ഓഫ് പ്രോഗ്രാം ഒക്കെ അവിടെ കാണും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ സംഘടിപ്പിക്കുന്ന, അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അവരെല്ലാം സംസാരിക്കും. ചിലവർ ഇമോഷനാകും, ചിലവർ കരയും, നിങ്ങളും ഒത്തിരി ഇമോഷനാകും. ഇതിൻ്റെ എല്ലാ അവസാനത്തെ ഒരു ഭാഗമാണ് നിങ്ങളുടെ ഒരു വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു ചടങ്ങ്. ഒരു വണ്ടിയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ മുൻ സീറ്റിലോ ബാക്ക് സീറ്റിലോ ഇരുത്തി അങ്ങടേക്ക് കൊണ്ടുപോകും, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും. ഇതിൽ 2 തരം ആൾക്കാരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണി നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ സേവനം നടത്തി, ആരെന്നും കൈക്കൂലി വാങ്ങാതെ ഒന്നുമില്ലാതെ നിയമം, അതിൻ്റെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ആ സർവീസ് സമയത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ശിക്ഷിച്ചിരിക്കാം. അപ്പോൾ ഈ തെറ്റ് ചെയ്തവനെ ആരെങ്കിലും ശിക്ഷിച്ചാൽ അതവന് വൈരാഗ്യം കാണും, അത് മനസ്സിൽ വച്ചേക്കാം. ഇതിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ സെൻഡ് ഓഫിലൊക്കെ കാണും. അപ്പോൾ ഇയാൾ തീർന്ന് എനിക്കിട്ട് പണി ചെയ്ത ഒരു ബാഡ്, ഒരു നെഗറ്റീവ് ആംഗിൾ ചിന്തിക്കുന്നവരും ആ കൂട്ടത്തിൽ കാണും. നിങ്ങൾ മറന്നിരിക്കാം. അപ്പോൾ സാധിച്ചാൽ ഈ വീട്ടിൽ കൊണ്ട് വിടുന്ന ആ ഒരു സംവിധാനം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. വേണ്ട, യു ക്യാൻ ഗോ യുവർ ഓൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യണം. അത് ഈസ് നോട്ട് എ ഗുഡ് സെൻസ്. ഈ പരിവാരങ്ങളായിട്ട് അവിടെ വരിക, ഇതെല്ലാം വന്ന് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഓക്കെ കാണാമെന്നുള്ള കയ്യൊക്കെ കൊടുത്ത് എല്ലാം ടാറ്റ പറയുമ്പോൾ ആ വണ്ടി മറഞ്ഞു നിങ്ങളുടെ കൺട്രീസിൽ നിന്ന് മറഞ്ഞു പോണത് വരെ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കും. വാട്ട് ഈസ് ടുമാറോ? ആ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒന്ന് യു ടേൺ അടിക്കുമ്പോൾ പിന്നെ കാണുന്നത് ഭാര്യയുടെ മുഖമാണ്. ഭാര്യ ഒരു നിമിഷം നിങ്ങൾ സൈലൻസ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ സംസാരിക്കില്ല. അപ്പോൾ വരുന്നത് നാളെ എന്താണ്, എൻ്റെ പണി കഴിഞ്ഞു, ഇനി നാളെ എന്തായിരിക്കും, ആ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പാടില്ല. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അറ്റ്ലീസ്റ്റ് ബിഫോർ 6 months നിങ്ങൾ വളരെ ചിട്ടപ്പടിക്ക് പ്ലാൻ ചെയ്യണം. ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ നെക്സ്റ്റ് ഡേ വാട്ട് ഈസ് മൈ പ്രോഗ്രാം, അത് നിങ്ങൾ അതിനുള്ള പ്രോഗ്രാം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കരുത്. റിട്ടയർമെൻ്റ് ആകില്ലേ, അങ്ങനെയാണ്. അതെ, കാരണം റിട്ടയർമെൻ്റ് ആയാൽ പലരും നശിച്ച് തകർന്നു പോണത്. നേരം വെളുത്താൽ അവിടെ ഫ്രണ്ടിലൊരു ചെയർ കാണും, അല്ലെങ്കിൽ ഈശാരി കയറി ഇങ്ങോട്ട് കിടക്കും, ഒരു കാപ്പി, പത്രം വായന, ഇന്നാക്റ്റീവ് ആവും മനുഷ്യൻ. നിങ്ങൾ റിട്ടയർമെൻ്റ് ആയത് നിങ്ങളുടെ ജോലിയിൽ നിന്നാണ്, നോട്ട് ഫ്രം യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നല്ല. നമ്മൾ ചിരിക്കുന്നത് വരെ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. വി ഷുഡ് ബി ആക്റ്റീവ് പേഴ്സൺ. നിങ്ങൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർമെൻ്റ് ആകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ പോലീസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പല 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 അധ്യാപക വൃത്തിയിൽ നിന്നായിരിക്കാം,
ഇങ്ങനെ പല ഒത്തിരി ഭാഗം ചിലവർ ഓടികൾ ഈ കൃഷി ഇങ്ങനെ അതിനൊരു കളങ്കം. നമ്മുടെ ഗവൺമെൻറ് എന്തോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ തന്നെ എന്തോ ഒരു സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ നല്ല പൊസിഷൻ നിന്നവരായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങളുടെ ജോലിയിൽ മാത്രം കണ്ണെന്നിട്ട് അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ നല്ല സർവീസ് കൊടുത്ത് നിങ്ങൾ റിട്ടയർമെൻറ്റായി വരുന്നതാണ്. നിങ്ങൾ കാണുന്ന വേറൊരു പുതിയ ലോകമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ദൂരമായിരിക്കും, ഒരുപക്ഷെ ഫോറിൻ കൺട്രിയിലായിരിക്കാം, അല്ലെങ്കിൽ അന്യ സ്റ്റേറ്റ്സിലായിരിക്കാം. അവിടെ നിന്നാണ് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വീട്ടിലേക്ക് വരികയാണ്. ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ അറിയുന്നവരാരും ആ നാട്ടിൽ കാണില്ല. പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുമ്പേ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പണി അവിടെ തിരഞ്ഞെടുത്ത് നിങ്ങൾ എൻഗേജ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം, പെയിൻറ്റിങ് അടിക്കണം, പ്ലംബിങ് ചെയ്യണം, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം, ഇങ്ങനെ കുറച്ച് ഗാർഡൻ വയ്ക്കണം, ഇതൊക്കെ കാണും. അതിനെ പ്രോഗ്രാം ചെയ്യണം. ഇനി മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത് കാണുന്ന ആരെങ്കിലും തിരികെ പിടിച്ച് ഡയറക്റ്റ് കൊടുക്കരുത്. യു ഷുഡ് മേക്ക് എ ഗുഡ് എൻക്വയറി. ആരാണെന്നല്ല, ഏതൊരു കടക്കാർ ബന്ധപ്പെടുക, നല്ല പെയിൻറ്റേഴ്സിനെ കണ്ടെത്തുക, ഇലക്ട്രീഷ്യനെ കണ്ടെത്തുക, അവരെ പറ്റി കംപ്ലീറ്റ് എൻക്വയറി ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് വർക്ക് ഇൻട്രസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയില്ല എത്ര കണ്ട് നിങ്ങൾ എൻക്വയറി അത്ര നിങ്ങൾ സേഫ് ആയിരിക്കും. അതൊരു ജോലിയാണ്. ബിക്കോസ് യു ആർ എ റിട്ടയർമെൻറ്റ് പേഴ്സൺ. റിട്ടയർമെൻറ്റിന് വേറെ എൻഗേജ്മെൻ്റ് ഒന്നുമില്ല. മാക്സിമം നിങ്ങളൊരു അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും. ഇതാണ് ഒരു പക്ഷേ മക്കളും കൊച്ചുമക്കളും കാണുന്നെങ്കിൽ യു ആർ എ ലക്കി പേഴ്സൺ. ഇതില്ലാത്തവരുമായി കാണും. നിങ്ങൾ മാത്രം മക്കളും കൊച്ചുമക്കളൊക്കെ പുറത്തെവിടെയെങ്കിലും ആയിരിക്കും. അവർ വെക്കേഷൻ ടൈമിന് നിങ്ങളെ കാണാൻ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ തനിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏകാന്തത നിങ്ങൾ രണ്ടുപേരിലും ഉണ്ടാകും. ഭാര്യയും ഭർത്താവിനും ഉണ്ടാകാൻ പാടില്ല. യു ഷുഡ് ബി മോർ സ്ട്രോങ്. അതായത് നിങ്ങൾ നല്ല ഒരു രാജാവും റാണിയെ പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. തൻ്റെടമായി തന്നെ ജീവിക്കും. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമായിരിക്കും. ആ പെൻഷൻ്റെ ഉള്ളിലുള്ള അതൊരു ബഡ്ജറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം നയിക്കാം. ഇത് റിട്ടയർമെൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല തുക കിട്ടിയിരിക്കും, അത് സുരക്ഷിതമായ ഭാഗത്ത് എവിടെയെങ്കിലും സേവിങ് ചെയ്യുക. ഇങ്ങനെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്ത ജോലിയായിരിക്കാൻ നിങ്ങൾ റിട്ടയർമെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ മറ്റൊരു ലെവലിലുള്ള ലൈഫാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാത്ത പലതും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് യു നീഡ് എ ടൈം. നിങ്ങൾക്ക് സമയം കിട്ടും. യു ഹാവ് എ സഫിഷ്യൻറ്റ് ടൈം. ഒരു പ്രോജക്റ്റുകൾ ഇമ്മീഡിയറ്റ് ഒരു ബിസിനസ് തുടങ്ങുകയോ മറ്റെന്താണ് യു തിങ്ക് ആൻഡ് ഡു ഇറ്റ്. മാക്സിമം നിങ്ങൾ എത്ര കണ്ട് ആലോചിച്ച് തിങ്ക് ചെയ്യുമ്പോൾ അത്രയും നിങ്ങൾ സേഫ് ആയിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടയർമെൻറ്റ് എമൗണ്ട് വല്ല സൊസൈറ്റിയിലോ വല്ലതും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ സംടൈം യു മേ ഫേസ് പ്രോബ്ലം. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആനന്ദകരമായി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. എപ്പോഴും കൊച്ചു യാത്രകൾ നടത്തുക, ബന്ധുക്കളെ കണ്ടെത്താൻ നോക്കുക. അപ്പോൾ യു ഷുഡ് ഹാവ് ഒരു പാക്കേജ് ഉണ്ടായിരിക്കണം. ഒരു 6 മാസം മുമ്പ് റിട്ടയർഡ് ആകുമ്പോൾ 6 മാസം കഴിഞ്ഞാൽ 6 മാസത്തെ പാക്കേജ് യു ഹാവ് ടു എൻജോയ് യുവർ ലൈഫ് വിത്ത് വൈഫ്. യു ആർ ഗോയിങ് ഹിയർ ദെയർ. ബന്ധുക്കളെ കാണുന്നു, സുഹൃത്തുക്കളെ കാണുന്നു, അമ്പലത്തിൽ പോകണു, പള്ളികളിൽ പോകണു, പുണ്യ വടികൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകണം. ഇങ്ങനെയുള്ള ഒരു സംവിധാനം, ഒരു പ്രോഗ്രാം നിങ്ങൾ മുമ്പേ ചെയ്തെടുത്താൽ യു വിൽ ബി മോർ ഹാപ്പി. അതല്ലാതെ ഒരു ആളദ്ദേശം റിട്ടേൺ വീട്ടിൽ വരുമ്പോൾ നാളെ എന്ത് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു ചെയറിൽ കുത്തിയിരിക്കുന്ന ഒരു സുഖം, അതേപോലെ ആ ചെയറിൽ തന്നെ നിങ്ങളുടെ ബോഡിക്ക് ഒരു ചലനം ഉണ്ടാകത്തില്ല. സോ യു മസ്റ്റ് ഡു സം എക്സസൈസ്. നിങ്ങൾ എപ്പോഴും കുറച്ച് വ്യായാമം ചെയ്യണം. നിങ്ങൾ സ്പിരിറ്റായിരിക്കണം. രാവിലെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എനി പ്രോജക്റ്റ്, അടുത്തുള്ള കൃഷി ഓഫീസിൽ പോവുക. അവിടെ നിന്ന് ചെറിയ പച്ചക്കറി തോട്ടം ചെയ്യാനുള്ള ടീച്ചേഴ്സ് കളക്ട് ചെയ്യുക. അതിനൊരു തുടക്കം കുറിക്കുക. ബട്ട് ഡോണ്ട് ഡു ഇറ്റ് ഫാസ്റ്റ്. എല്ലാത്തിനും സമയമുണ്ട്. ആസ് മച്ച് നിങ്ങൾ എത്ര സമയം ഒരു പ്രൊജക്റ്റിന് വേണ്ടി എടുക്കുന്നു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, അതിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് അതിൻ്റെ വരും വരായികളെക്കുറിച്ചാണ് ചിന്തിക്കണം. എന്ന് വിചാരിച്ച് ഒന്ന് ചെയ്താലും ശരിയാകത്തില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് അവരുടെ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. യു ഹാവ് ടു ബി ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. ഒന്നുമില്ല, കിട്ടുന്ന പെൻഷൻ വാങ്ങി അവിടെ നിന്ന് രോഗിയായിപ്പോവും. പിന്നെ ഈ ഡോക്ടർ വരുന്ന ഡോക്ടറിനെ കാണാൻ പോവുക, അവിടെ ഇപ്പോൾ പിന്നെ മരുന്നിന് പോവുക. ഇറ്റ് ഈസ് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാക്കരുത്. നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ തൻ്റെ ഉള്ളതാണ്, നിങ്ങളെല്ലാവരും ഓക്കെ, നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങിയാണ്. പ്രത്യേകിച്ച്
നിങ്ങളുടെ ആ സ്ട്രെങ്തായിരിക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും കിട്ടുക. നിങ്ങളിൽ കൂടി നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും പഠിക്കുക. അതാണ് ആവശ്യം. നിങ്ങളെന്ത് ചെയ്യുന്നോ കറക്റ്റായിട്ട് ചെയ്യുന്നത് നാളെ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ അത് കണ്ട് അത് അഡാപ്റ്റ് ചെയ്യും. സോ സ്നേഹമുള്ള സുഹൃത്തുക്കളോട് പറയുന്നു, റിട്ടയർമെൻറ്റ്സ് ഇസ് നോട്ട് എ ബിഗ് പ്രോബ്ലം. റിട്ടയർമെൻറ്റ്സ് എന്ന് പറയുന്നാൽ ഓക്കെ, ഒരു കാലം വരെ നിങ്ങളത് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ ജീവിക്കേണ്ട സമയമാണ്. യു ഹാവ് ടു എൻജോയ് ദ ലൈഫ്. നിങ്ങൾ തന്നെ എൻജോയ് ചെയ്ത് ജീവിക്കണം. ഒരു രാജാവും ഒരു റാണിയും രാജാവിനെ പോലെ തന്നെ ജീവിക്കണം. അത് പ്രായോഗികമല്ല, മനസ്സിൽ അങ്ങനെ ആയിരിക്കണം. മനസ്സിൽ ഞാൻ രാജാവാണ്, ഭാര്യ എൻ്റെ റാണിയാണ്. ആ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബി മോർ മാർവലസ്. അതിന് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും വേണ്ടത് നിങ്ങൾ റിട്ടയർമെൻ്റ് ആകുമ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നുള്ള വെൽ പ്ലാനിങ് മുമ്പേ ഉണ്ടായിരിക്കണം. അത് രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യണം. നമ്മൾ ഇത്രാം തീയതി റിട്ടയർമെൻ്റ് ആകുന്നു, നമ്മൾ എന്താണ് അടുത്ത ദിവസം ചെയ്യേണ്ടത് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഒരു ലക്കി ഈ ഫാമിലി ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്കൊരു മോഡലുമായിരിക്കും. ഞാനറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ടീച്ചേഴ്സ്, അവരൊക്കെ ആ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് 1 വർഷം അല്ലെ 2 വർഷങ്ങളിൽ അവർ മരണപ്പെടുകയാണ്. കാരണം വിഷാദ രോഗിയായി മാറുന്നു. അവർക്ക് ബന്ധുക്കളുമായിട്ടൊരു കോൺടാക്ട്സ് ഇല്ല, സുഹൃത്തുക്കളായിട്ടൊരു കോൺടാക്ട്സ് ഇല്ല, യാതൊന്നുമില്ല. പിള്ളേരെ പഠിപ്പിക്കുന്ന കാരണം ഹലോ ഗുഡ് മോർണിംഗും ഹൗ ആർ യു ഈ പിള്ളേരല്ലാതെ അവർക്ക് ഈ ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. വളരെ കഴിവുള്ളവർ, വളരെ ഒത്തിരി കുട്ടികളെ പ്രഗത്ഭരാക്കിയവർ അവസാനം അവർ റിട്ടയർമെൻ്റ് ആകുമ്പോൾ അവർ വേസ്റ്റ് ക്യാരക്ടറായി മാറിപ്പോകുന്നു. സോ സുഹൃത്തുക്കളെ, ഐ ആം ടെല്ലിങ് യു, ഈ വീഡിയോ കേൾക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ വേസ്റ്റ് ക്യാരക്ടർ ആകരുത്. നിങ്ങൾ പല നിങ്ങൾ പല മേഖലകളിൽ വർക്ക് ചെയ്തവരായിരിക്കാം. നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ലോകത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അവരെ കാര്യങ്ങൾ പറയും മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ യു ഫീൽ ഹാപ്പി, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടും പറയുന്നു, റിട്ടയർമെൻ്റ് ആകുമ്പോൾ അത് കേരളത്തിലൊരു സംവിധാനമാണ്. ഈ കേരളത്തിൽ അവസാനത്തെ ദിവസം ഈ വീട്ടിൽ കൊണ്ടാക്കുന്ന പരിപാടി അതൊന്ന് അവോയ്ഡ് ചെയ്ത് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. അത് നല്ല പ്രാക്ടീസ് അല്ല. ഈ ആസ് യൂഷ്വൽ വേണ്ട, ഐ വിൽ ഗോ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം അവിടെ അതായത് ഈ വടം വലിച്ച് കെട്ടി വലിച്ച് പിടിച്ചേണ്ട അത് വേണ്ട. കാരണം ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത ആളായിരിക്കും. അവിടെ പണ്ടാരം ഒന്ന് കെട്ടടങ്ങില്ല പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. അതുകൊണ്ട് വേണ്ട. പിന്നെ കുറച്ച് കരച്ചിലും ബോളൊക്കെ ഇമോഷനൊക്കെ കാണും. ഇറ്റ്സ് ഓക്കെ, നാച്ചുറൽ. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ ആക്ടിങ് ആയിരിക്കാം. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ പെടാതിരിക്കുക. സോ റിട്ടയർമെൻറ്റ് പ്രവേശിക്കാൻ സമയമാകുന്നവർ മുൻകൂട്ടി നിങ്ങളുടെ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതശൈലി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിരിക്കണം. അതനുസരിച്ചുള്ള ജീവിതമായിരിക്കണം. എന്തെങ്കിലും റിട്ടയർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് സുരക്ഷിതമാക്കുന്ന കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അബദ്ധങ്ങളിൽ പെടാതിരിക്കുക. എന്തെങ്കിലും ബിസിനസ് എന്തുണ്ടെങ്കിലും മാക്സിമം അതിന് സമയമെടുത്ത് അതിൻ്റെ വരും വരകളെക്കുറിച്ച് ആലോചിച്ചെന്തെങ്കിലും ചെയ്യുക. എന്തിൽ തന്നെയും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. നോ, ഇറ്റ് ഈസ് വെരി ബാഡ്. ആക്റ്റീവായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ വീടിൻ്റെ മെയിൻ്റെനൻസ് ബൾബ് മാറ്റുക. അത് ബൾബ് വാങ്ങുന്ന ഒരു കടയിൽ പോകുക. യു വാണ്ട് ടു പാസ് ദ ടൈം. അവിടെ വില ചോദിക്കുക. അടുത്ത കടയിൽ ഇറ്റ് ഈസ് യു ആർ പാസിങ് ദ ഡേ ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എൻഗേജ് ആക്കും. നിങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വീണ്ടും റിട്ടയർമെൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള വെൽ പ്ലാൻ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ചെയ്യണം. അതില്ലെങ്കിൽ ഇതേ കുമാരനാശാൻ്റെ കവരപുര ഇപ്പോൾ വീണിലോ കിടക്കുന്നു ധരണിയിലെന്ന് അത് വേണ്ട. വിശ്വാസത്തിൽ സ്മാർട്ട്, വളരെ സ്മാർട്ടായിരിക്കണം. ഭാര്യയ്ക്ക് ചിലപ്പോൾ വിഷമം കാണും. രാവിലെ പൊതിച്ചോറ് നിന്നിട്ട് ഭർത്താവ് പണിയിപ്പം നാളെ എനിക്ക് പണിയില്ല. അതൊന്നും വേണ്ട. ഭാര്യമാരും തൻ്റെടായിരിക്കണം. ഭർത്താവിന് തിരിച്ച് കിട്ടിയ സന്തോഷം, നീ
മൊത്തം സമയം എന്നോടൊപ്പം ഭർത്താവ് ഉണ്ടാകുമെന്നുള്ള ആ സന്തോഷം ഭാര്യയ്ക്കും, ഭർത്താവിന് എപ്പോഴും ഭാര്യ ഒപ്പം ഉണ്ടാകുന്നുള്ള സന്തോഷം ഭർത്താവിനും ഉണ്ടാകും. ഓക്കെ, സോ എല്ലാവരും സ്മാർട്ടായിരിക്കുക. മേക്ക് എ ഗുഡ് റിട്ടയർമെൻറ്റ് ലൈഫ്. നമ്മൾ റിട്ടയർമെൻറ്റിൽ എഗൈൻ ഐ എം ടെല്ലിങ്, റിട്ടയർമെൻറ്റ് ജോലിയിൽ മാത്രമാണ്, ജീവിതത്തിലല്ല. അത് ഓർത്തിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ വീഡിയോ കാണുന്നവർ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിലോ മറ്റ് സർവീസിലോ റിട്ടയർമെൻ്റ് ആകാൻ സമയത്തിൽ ഈ പോയിന്റുകളൊന്ന് ഓർക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റിട്ടയർമെൻ്റ് ആകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിനൊന്ന് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാട്. താങ്ക് യു.